ഒരു ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, മരിച്ചുപോയ KS അബ്ദുള്ള സാഹിബ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി ഒന്നായിട്ടിരുന്നൊരു ചർച്ചയാണ്. ആ ചർച്ച നടക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, അവരുടെ കൂടെ ഞങ്ങളെങ്ങനെ വന്നിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പച്ച ഖുബ്ബ തകർക്കണം, മദീനത്തെ പച്ച ഖുബ്ബ തകർക്കണം എന്ന് പറഞ്ഞ മൗലവിന്റെ കൂടെ ഞങ്ങളെങ്ങനെ യോജിക്കും എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞു. അപ്പൊ KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ യഹൂദിയായിരിക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. KS അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഇബ്രാഹിം സഖാഫിയിലേനൊന്ന് ചർച്ച ചെയ്യുമോ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹത്തായ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് എന്താണ് മൗലവി പറഞ്ഞത്? കേരള നദ്വത്തുൽ മുജാഹിദീന് ഭരണം സൗദിന്റെ ഭരണം കിട്ടിയാൽ, കേട്ടോ, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുക, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടുക. എന്നിട്ട് പറയാണ്, ഭരണം കിട്ടിയ രണ്ടാമത്തെ ദിവസം അവരെടുക്കുന്ന പണിയാണെന്ത്? മദീനത്തെ ഖുബ്ബ തകർക്കും. അപ്പൊ ഒന്നാമത്തെ ദിവസം കഅബ പൊളിച്ചായിരിക്കും. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവാലോ. എന്താണ് സഹോദര ഇത്? ഞാനിവിടെ വെച്ച് കേൾപ്പിച്ചില്ലേ? ചേറ്റേട്ടിയിൽ വന്നിട്ട് മറുപടി പറഞ്ഞോ സലഫി? പറഞ്ഞോ എത്ര സ്ഥലത്ത് കേൾപ്പിച്ചു ഞാൻ? പറഞ്ഞോ നിങ്ങൾ ഇനി മറുപടി? ഇനി ചോദിക്കട്ടെ. പിന്നെ ആദ്യം പറഞ്ഞത് കേട്ടില്ലേ? ജാറം പാടില്ല എന്നും പറഞ്ഞു ഞങ്ങളാണ് എന്ന് അയാൾ ആദ്യം പറഞ്ഞു കേട്ടില്ലേ? ഒന്നുകൂടി ചുട്ടവനെ അത്തല ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. കേട്ടില്ലേ? ജാറം തെറ്റാണ് നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല, ഒരു മഹാനും പഠിപ്പിച്ചിട്ടില്ല. അത് ഇവര് പഠിപ്പിച്ചാണ്. ഇവര് പഠിപ്പിച്ചത് ആർക്ക് വേണം ഇവിടെ? ഇനി സഹോദര, ഇവിടുന്ന് മൗലവി ആനത്തല പോലത്തെ ചോദ്യം ചോദിച്ചില്ലേ? അതിന് നല്ല ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി ഞാൻ കൊടുത്തില്ലേ? പിന്നെ അതും കൊണ്ട് പറഞ്ഞ് നടക്കണല്ലേ പിന്നെ പണി. എന്നാലേ മൗലവി ഇവിടുന്ന് ചോദിച്ചു, മദീനത്ത് ജാറം മൂടലുണ്ടോ, വെളുക്കത്തിക്കലുണ്ടോ? ഞാൻ ചോദിച്ചു, പിന്നെ അവരൊക്കെ ഇരുട്ടിലിരിക്കലാ? ഇരുട്ടിലിരിക്കലാ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞാന് അവിടുത്തെ ജാറത്തിന്റെ കുബ്ബന്റെ ചിത്രവും അതുപോലെ തന്നെ കബറിന്റെ മേലെ പച്ചപ്പട്ട് പിരിച്ചുകൊണ്ടുള്ള ആ ചിത്രവുമൊക്കെ ഞാനിവിടെ കാണിച്ചു. സൗദിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൽ മുസ്ലിമും പത്രം എടുത്ത് കാണിച്ചു. ഒക്കെ കാണിച്ചപ്പോ മൗലവി ഇവിടുന്ന് എന്തെല്ലാം തട്ടിപ്പാ നടത്തിയത്, ആ തട്ടിപ്പിന് മുഴുവനും അണപൈ തീർത്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇപ്രാവശ്യം വന്നപ്പോ മിണ്ടിയില്ല മൗലവി. എന്നാ ഞാൻ ചോദിക്കുന്നത്, ആ കബറ് മൗലവി പറഞ്ഞ് നിങ്ങൾ കാണിച്ച പോലെ ഒന്നുമല്ല അവിടെ കബറുള്ളത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഉള്ള ഒരു കോലുണ്ടല്ലോ അവൻ നിങ്ങൾ കാണിക്കുന്നു പറഞ്ഞു. ആ ജാറത്തിന്റെ ഉള്ളിൽ കബറുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? അതിലാർക്കും സംശയമില്ലല്ലോ. ഇനി ആ കബറ് ഈ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രത്തിൽ വന്നത് ശരിയല്ല, അത് കള്ള ഫോട്ടോ ആണെന്നാണോ മൗലവിയുടെ വാദം? മൗലവി വെല്ലുവിളിക്കുന്നു. എന്നാൽ ഒറിജിനൽ ഖബറിന്റെ ചിത്രമൊന്ന് കാണിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞങ്ങൾ കാണിക്കുന്നത് സൗദി അറേബ്യയുടെ പത്രത്തിൽ വന്നത്, കുവൈറ്റിലെ പത്രത്തിൽ വന്നത് ആ ഖബറല്ല, അത് ഒറിജിനൽ ഖബറല്ല, അത് കള്ള ഖബറാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദിക്കുന്നു, എന്നാൽ ഒറിജിനൽ ഒരു ഖബറുണ്ടെന്നതിൽ തർക്കമില്ലല്ലോ. ആ ഖബറിന്റെ ചിത്രം മൗലവി ഒന്ന് കാണിച്ചു തരുമോ? ഇതല്ലാന്ന് വാദിക്കുമ്പോ മറ്റൊന്നുണ്ടാകണ്ടേ? എന്നാ അതൊന്ന് കാണിക്കൂ മൗലവിമാരെ. നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു ഖബറ് ഒന്ന് കൊണ്ടുവന്ന് സമൂഹത്തിന് കാണിക്കൂ.